അമ്മ ഫുഡ് കഴിക്കാൻ വന്നപ്പം എന്താ ഞാൻ കുറച്ച് നേരം കിടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ്. അപ്പം അനിയൻ ഉണ്ടായിരുന്നു വീട്ടിൽ, ഞാനും അനിയനും വരുന്നുണ്ടായിരുന്നേ. അപ്പം അനിയൻ ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അമ്മേനോട് ചോദിക്കാൻ പോയപ്പം അമ്മ ഓൾറെഡി മുറിച്ചിട്ടുണ്ടായിരുന്നു കൈ. പിന്നെ രണ്ടാമത് മുറിക്കാൻ പോയപ്പം ആണ് ഞാൻ കറക്റ്റ് കണ്ടത്. ലാസ്റ്റ് ഹോസ്പിറ്റലിലോട്ടൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ അടിയായിരുന്നു. ലാസ്റ്റ് എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന അമ്മേൻ്റെ കടയിലുള്ളൊരു ചേച്ചീൻ്റെ നമ്പറാണ്. അപ്പോൾ അതിൽ വിളിച്ച ആ ചേച്ചി ഞാനും കൂടെ ഇപ്പോൾ കൊണ്ടുവന്നത്. നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. ഈ പാർട്ടിക്കാർ നിങ്ങൾക്കറിയാലോ ആ പ്രശ്നങ്ങൾ തന്നെ. ഇതിപ്പം എൻ്റെ മര്യാദയ്ക്ക് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന കുടുംബം മുഴുവൻ ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് എൻ്റെ അച്ഛനും ഇളയച്ഛനും ആദ്യം മരിച്ചു. ഇപ്പം അച്ഛന് തീരെ വയ്യാണ്ടായി. എൻ്റെ ഇടയിൽ കൂടെ ഇപ്പം എൻ്റെ അമ്മയും. ഇവർ ഇങ്ങനെ ആകി. ഇപ്പം ഞങ്ങളിനി എന്ത് ചെയ്യും? എനിക്കിനും അനിയനും അനിയത്തിയും ഉള്ളത്. ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അവർ പറയട്ടെ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഇത് ഇത്രയും വലിയ ഇതൊക്കെ ഇവർ ചെയ്തു വെച്ചിട്ട് ഇത്ര തന്നെ. ഒരു കത്തുണ്ടായിരുന്നു. അത് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ടേബിളിലുണ്ടായിരുന്നു. അതിലെന്താണെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അത് പോലീസ് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ ഇന്നലെ പറഞ്ഞിരുന്നു എന്നോട്, ഭയങ്കര ഇവർ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നോട്. അതെ, അത് തന്നെ. അത് ആദ്യം മുറിച്ചതിന് ശേഷം രണ്ടാമത് മുറിക്കാൻ പോയപ്പോഴാണ് ഞാൻ കണ്ടത്. ഇപ്പം തൊലി വരെ മുറിച്ചിട്ടേ ഉള്ളൂ. രണ്ടാമത് മുറിച്ചിരുന്നെങ്കിൽ വലിയ ഇതായേനെന്ന് പറഞ്ഞു. ഇപ്പം ഞാനും ഒരു ചേച്ചിയും കൂടെ ഓട്ടോയിലാണ് വന്നത്.